മറ്റത്തൂരും ചൊവ്വന്നൂരുമുണ്ടായ സംഭവ വികാസങ്ങളിൽ വെട്ടിലായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ബി.ജെ.പി, എസ്.ഡി.പി.ഐ കക്ഷികളുമായി ബന്ധമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പാർട്ടിക്കേറ്റ ആഘാതം വലുതാണ്. സംഘടനാ തലത്തിൽ നടപടിയെടുത്തെങ്കിലും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ഡി.സി.സി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയമായി UDFിൻ്റെ തിരിച്ചുവരവിന് കാഹളമൂതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തിളക്കം മങ്ങുന്ന സംഭവ വികാസങ്ങളാണ് മറ്റത്തൂരും ചൊവ്വന്നൂരും ഉണ്ടായത്. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞ മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ് സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചാണ് കോൺഗ്രസിനെ മുറിവേൽപ്പിച്ചത്. ലാലിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർചലനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. പഞ്ചായത്ത് അധ്യക്ഷയുടെ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും കോൺഗ്രസിനെ രാഷ്ട്രീയമായി വെട്ടിലാക്കി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ BJP പിന്തുണയോടെ നടത്തിയ നീക്കം DCC നേതൃത്വത്തെ ഞെട്ടിച്ചു. DCC ജനറൽ സെക്രട്ടറിയുടെയും മണ്ഡലം പ്രസിഡന്റിൻ്റെയും പിന്തുണയോടെയുള്ള BJP ബാന്ധവം അണികളോട് വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർക്കും. സംഘടനാതലത്തിൽ നടപടിയെടുത്തെങ്കിലും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ DCC നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. പാറളത്ത് UDF അംഗത്തിൻ്റെ വോട്ട് അസാധുവായതോടെയാണ് BJPക്ക് അധികാരത്തിലേക്ക് വഴി തുറന്നത്. ചൊവ്വന്നൂരിൽ SDPI പിന്തുണ സ്വീകരിച്ച് പ്രസിഡന്റായ AM നിതീഷ് പാർട്ടി തീരുമാനമനുസരിച്ച് രാജിവെക്കാൻ തയ്യാറായില്ല. 25 വർഷത്തെ LDF കുത്തക അവസാനിപ്പിച്ച് ലഭിച്ച ഭരണം വിട്ടുകൊടുക്കാൻ ചൊവ്വന്നൂരിലെ പ്രാദേശിക നേതൃത്വവും ഒരുക്കമല്ല. ഇവിടെയും സംഘടനാതലത്തിൽ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാണ് DCC നേതൃത്വത്തിൻ്റെ ശ്രമം. പാർട്ടി തീരുമാനം ലംഘിച്ച പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നുണ്ട് എങ്കിലും അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കപ്പെടണം. എന്തായാലും ജില്ലയിലെ സംഭവവികാസങ്ങളിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കടുത്ത അതൃപ്തിയിലാണ്. DCCയിൽ നിന്നും KPCC നേതൃത്വം വിശദീകരണം തേടുമെന്നാണ് സൂചന. മീഡിയ ടൈം, തൃശൂർ.